എന്താണ് നിങ്ങളുടെ ഫസ്റ്റ് റെസ്പോൺസ്? എന്താണ് ഫസ്റ്റ് റെസ്പോൺസ്? എങ്ങനെയെങ്കിലും അർജുനെ ഒന്ന് കണ്ടാൽ മതിയേ ഉള്ളൂ. അത് വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് റണ്ണറപ്പ് ആണെങ്കിലും നമുക്കൊക്കെ അർജുൻ വിൻ ചെയ്ത കപ്പോടുകൂടി തന്നെയാണ്. ഫസ്റ്റ് റണ്ണറപ്പിനുപരി ജിത്തു ജോസഫിന്റെ ഫിലിമിന് അവസരം അർജുന്റെ ലക്ഷ്യം അത് തന്നെയായിരുന്നു. എത്രത്തോളം അതിനെ വിജയിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുന്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് അർജുന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് അവൻ 5 വർഷം കൊണ്ട് അവൻ സ്വപ്നം കാണുന്നൊരു ഫീൽഡായിരുന്നു, പ്ലാറ്റ്ഫോമായിരുന്നു. അവൻ എങ്ങനെയെങ്കിലും ലാലേട്ടനെ ഒന്ന് കാണാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കുക എന്നുള്ള അവൻ്റെ ആദ്യത്തെ ഒരു ഡ്രീമായിരുന്നു. പിന്നെ അതിൽ നിന്ന് അവൻ വിചാരിക്കുന്നത് എങ്ങനെയെങ്കിലും ഒരു ഫിലിമിൽ, നല്ലൊരു ഫിലിമിൽ നല്ലൊരു കഥയിൽ കയറി പറ്റണം, അതായിരുന്നു പുള്ളിയുടെ ഡ്രീം. പിന്നെ കപ്പ് എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നില്ല, ഇത് അവന് കിട്ടിയ ഏറ്റവും വലിയ പ്ലാറ്റ്ഫോം തന്നെ. പക്ഷേ അർജുന് കപ്പിന് പകരം കുറേ പ്രേക്ഷകരുടെ ഒരു പിന്തുണയോടെയാണ് അർജുൻ നമുക്ക് വേണ്ടത്. ജനങ്ങൾ കൊടുത്ത ഏറ്റവും വലിയ അവാർഡാണ് ഞങ്ങൾക്ക് ഹാപ്പി. കപ്പിനെതിരെ ജനങ്ങളെ സപ്പോർട്ട് ചെയ്ത അവാർഡ് ഭയങ്കര ഹാപ്പി ഞങ്ങളെല്ലാവരും. പിന്നെ അതുപോലെ ഈ ബിഗ് ബോസിനുള്ളിൽ അർജുൻ ശ്രീജു ആ ഒരു കോംബോ ഭയങ്കരമായിട്ട് വർക്കൗട്ട് ആയിരുന്നു വെളിയിൽ. അവരറിയാതെ തന്നെ അവരറിഞ്ഞിട്ടുണ്ടോ? വെളിയിലിറങ്ങിയതിനു ശേഷം എനിക്ക് അറിഞ്ഞത് ഒരു ഇത്ര കോംബോ ഇത്രയ്ക്ക് വൈറലായിട്ടുണ്ടെന്ന്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രീജു അർജുൻ. അവിടെ ഒരാൾക്ക് മറ്റൊരാളില്ലാണ്ട് പറ്റില്ല. ദാറ്റ് മീൻസ് ഒരു ഷോൾഡർ ഇല്ലാണ്ട് പറ്റത്തില്ല. ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ അവർക്ക് ഫൈറ്റ് ഉണ്ടാവും, ഗെയിംസ് ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഒരു ഷോൾഡർ ടു ഷോൾഡർ ഇല്ലാണ്ട് പറ്റില്ല. അതിപ്പോൾ ഒരു പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവിടെ ആര് തന്നെയാണെങ്കിലും. പിന്നെ അർജുൻ്റെ കൂടെ ശ്രീതു മാത്രമല്ല സിജോ ഒക്കെ ഒരു നല്ലൊരു കോംബോ ആയിരുന്നു. അത് ഇപ്പം ശ്രീതു അവർ ആൺകുട്ടി പെൺകുട്ടിയായിട്ട് വെളിയിലൊരു ലവ് കോംബോ സൃഷ്ടിച്ചതാണ്. ലവ് സ്ട്രാറ്റജി മനഃപൂർവ്വം ചെയ്തു എന്നൊക്കെയുള്ള രീതിയിൽ പലരും അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തതാണ്. നമുക്കറിയാവുന്നത്രോളം പുറത്തുള്ള ആർക്കും അറിയത്തില്ല. പിന്നെ കുറെ പേരുടെ ആഗ്രഹങ്ങളായിരുന്നു അത്. പേർലി ശ്രീനീഷിനെ പോലെ പുറത്തോട്ട് അവർ വരുമ്പോൾ അങ്ങനെ ആവണമെന്ന് കുറെ ആഗ്രഹങ്ങളായിരുന്നു. ആഗ്രഹം മാത്രം നടന്നിട്ടുള്ള എനിക്ക് എന്റെ ബ്രദറിനെ എനിക്കറിയാലോ. ഇല്ല, അവര് ശരിക്കും ശ്രീതു അർജുനും കിടന്നുറങ്ങുന്ന മീൻസ് അവരെല്ലാരും രാത്രി കിടന്നുറങ്ങിയിട്ടാണ് ഞാൻ ലൈവ് ഫുൾ ഓഫ് ആക്കിയിട്ട് ഞാൻ കിടക്കണം. അപ്പോൾ ഒരു വേർഡ് പോലും അർജുന്റെ ഭാഗത്തുനിന്നോ ശ്രീതുവിന്റെ ഭാഗത്തുനിന്നോ അങ്ങനത്തെ ഒരു വേർഡോ അല്ലെങ്കിൽ ഒരു ക്ലൂസോ ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷെ പുറത്തെ ഫാൻസിന്റെ ആഗ്രഹമാണ് അവർ പ്രകടിപ്പിച്ചത്. അല്ലാതെ അവർ നല്ല ഫ്രണ്ട്സാണ്. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ അവിടെ കയറിയപ്പോഴും ഞാൻ ശ്രീതുവിനെ കണ്ടിരുന്നു, മിണ്ടിയിരുന്നു. നമുക്ക് നല്ല പോസിറ്റിവിറ്റിയാണ് തോന്നിയത്. ശരിക്കും എനിക്ക് ശ്രീതുവിനോട് റെസ്പെക്ട് ആണ്. കാരണം എൻ്റെ ഒരു ഭാഗം അവളവിടെ കൊടുത്തു എന്ന് എനിക്ക് തോന്നി. ഒരു ഷെയറിംഗ്. ഈ സീസൺ 6 ഒരു നല്ലൊരു ക്യാരക്ടറിന് ഉടമയെന്ന് പറയാം. അതായത് മൊത്തം കണ്ടസ്റ്റൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടലി നോക്കുകയാണെങ്കിൽ നല്ലൊരു അങ്ങനെയാണ് പൊതുവെ കമന്റ്സ് ഒക്കെ. അപ്പൊ അതിനെ കുറിച്ച് എന്താണ് പറയുന്നത്? അർജുനെ സംബന്ധിച്ച് അവനൊരു പേഴ്സണാലിറ്റി അല്ല, അവനൊരു ക്യാരക്ടർ വൈസ് ഉണ്ട്. അപ്പം ഞങ്ങൾ ബിഗ് ബോസിലോട്ട് കയറുന്നതിന് മുന്നേ നമ്മൾ തമ്മിലൊരു ഡിസ്കഷനിൽ അവൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അർജുൻ്റെ ഏജിൽ ഉള്ള കുട്ടികൾക്കും അതുപോലെ പുറത്തുള്ള എല്ലാവരും എന്താണ് ആ ഏജിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു മെസ്സേജ്, ഒരു മോട്ടിവേഷൻ, അതായിരിക്കും ഞാൻ കൊടുക്കാൻ പോകുന്നതെന്ന് എന്നോട് പറഞ്ഞത്. അത് തന്നെയാണ് അവൻ കൊടുത്തത്. പിന്നെ നമുക്കിതിൽ വലിയ അത്ഭുതം തോന്നുന്നില്ല. കാരണം വീട്ടിലും നാട്ടിലും കോളേജിലാണെങ്കിലും അവൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തൊക്കെ എങ്ങനെയാണോ അതേ രീതി തന്നെയാണ് അവിടെ നിന്നത്. അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഞങ്ങൾക്ക് പ്രൗഡാണ്. അതുപോലെ തന്നെ പ്രേക്ഷകർ വിഷമുണ്ടാക്കിയ സംഭവമാണ് സീതുവിന്റെ അമ്മ കയറി സംസാരിച്ച ഒരു സംഭവം. അതുപോലെ നിങ്ങൾ കയറിയപ്പോഴത്തേന് സീതുവിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുകയും അവരോട് നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്തു. അത് ശരിക്കും എങ്ങനെ അതിനെ നോക്കുക? അത് ശരിക്കും ഞാൻ പറഞ്ഞത് ശ്രീതുവിനോടുള്ള കെയറിങ്, ഒരു അമ്മ മകൾക്ക് കൊടുക്കുന്ന കെയറിങ് ആണ് അവിടെ ചെയ്തത്. ഒരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല. നല്ലൊരു കെയറിങ് എത്രയുണ്ട്. അപ്പം അച്ഛൻ എന്താണ് പറയാനുള്ളത്? എനിക്ക് അവന് ഇത്രയും ദിവസം നിന്ന് വന്നതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ്. ഞാനൊന്ന് കണ്ടാൽ മതി. അതെങ്ങനെയുണ്ട്? അർജുൻ വീട്ടിലുള്ള പോലെയാണോ? തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഒരു മാറ്റമില്ല. അവൻ എന്നും മുമ്പോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും. ജിത്തു ജോസഫിന്റെ ഫിലിമിൽ അവസരം ലഭിച്ചിരിക്കുന്നത് വളരെ സന്തോഷമുണ്ട്. അക്കാര്യത്തിൽ വളരെ സന്തോഷമുണ്ട്. അമ്മയ്ക്ക് എങ്ങനെ പറയാനുള്ളത് അവസരത്തെ കുറിച്ച്? എനിക്ക് അവസരത്തെ കുറിച്ച് ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയ ഒരു പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. അതിലൂടെ ഒരു മോഡലിംഗ് ചെയ്ത് നടന്ന കുട്ടിയാണ്. കൂടുതൽ ആക്ടിങ്ങിലേക്കാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ അതിലേക്കൊരു എൻട്രി കിട്ടാനാണ് ബിഗ് ബോസ് ഒരു പ്ലാറ്റ്ഫോം കിട്ടിയത്. ഒരുപാട് ഇൻ്റർവ്യൂവും എല്ലാം ഒരുപാട് എഫേർട്ട് എടുത്താണ് ഇതിലേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ കിട്ടിയപ്പം ഒരുപാട് ജിത്തു സാർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയൊരു എന്താ പറയുന്നത്, അത്രയും വലിയൊരാളുടെ കീഴിൽ ഒരു പടം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ഭാഗ്യമായിട്ട് തന്നെയാണ് കണ്ടേക്കുന്നത്. തീർച്ചയായിട്ടും കപ്പിലുപരി ഇതാണ് ഏറ്റവും വലിയൊരു ഗോൾഡൻ കപ്പ്. പിന്നെ ഈ എന്താ പറയണ്ടത്, ഈ ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്ത് ഇവിടം വരെ കൊണ്ടെത്തിച്ചതെന്ന് ഭയങ്കര ഇത്രയും ഒരു PR വർക്ക് കൊടുക്കില്ലാതെ അർജുൻ
ജെന്യൂൻ ആയിട്ട് തന്നെ നിന്ന് ഇവിടെ വരെ എത്തിയെങ്കിൽ അത് തീർച്ചയായിട്ടും ജനങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൊണ്ട് മാത്രം അർജുനോട് എത്തിയിരിക്കുന്നത്. ഇത് പ്രേക്ഷകരോട് എന്നാ പറയാനുള്ളത്? പ്രേക്ഷകരോട് ഒരുപാട് നന്ദിയാണ് പറയുന്നത്. ഒരുപാട് നന്ദി. താങ്ക്സ്. വളരെയധികം നന്ദിയുണ്ട്. പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും മാത്രമാണ് അവിടെ എല്ലാവർക്കും വളരെയധികം നന്ദി. ഓക്കെ, താങ്ക് യു.